നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. ഫാസിസം ഈസ് നത്തിങ് ബട്ട് ക്യാപിറ്റലിസ്റ്റ് റിയാക്ഷൻ. ഫാസിസം എന്നാൽ മറ്റൊന്നുമല്ല, അത് ക്യാപിറ്റലിസ്റ്റിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം മാത്രം. ശ്രദ്ധേയമായതും ചിന്തനീയമായതുമായ ഈ വാചകം പറഞ്ഞു വച്ചിട്ടുള്ളത് ട്രോട്സ്കിയാണ്. റഷ്യൻ വിപ്ലവകാരി, രാഷ്ട്രീയ സൈദ്ധാന്തികൻ എന്നീ തലങ്ങളിൽ ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തിയായിരുന്നു ട്രോട്സ്കി. പ്രസിദ്ധനായ ഒരു റഷ്യൻ കമ്മ്യൂണിസ്റ്റും വിപ്ലവകാരിയുമായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷേ ജീവിതത്തിൻ്റെ ഒരു ഘട്ടം പിന്നിട്ടപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് റഷ്യക്ക് അനഭിമതനമാവുകയും പിന്നീട് അദ്ദേഹത്തിന് മെക്സിക്കോയിൽ അഭയം തേടേണ്ടി വരികയും ചെയ്തു എന്നിടത്താണ് നമുക്ക് വിധി വൈപരീത്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ ശക്തമാകുന്നത്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് എന്ന് പറയുമ്പോൾ ലിയൻ ഡേവിഡോവിച്ച് ട്രോട്സ്കി. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്, അദ്ദേഹത്തിൻ്റെ ജനനസമയത്തെ അദ്ദേഹത്തിൻ്റെ പേര് ഇപ്രകാരമായിരുന്നില്ല. ഈ പറയുന്ന ട്രോട്സ്കി എന്ന് പറയുന്ന പദം പിന്നീട് അത് സ്വീകരിച്ചാണ്. അവിടെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പേര് ലിയൻ ഡേവിഡോവിച്ച് ബ്രോൺസ്റ്റീൻ എന്നായിരുന്നു. പിന്നീടാണ് ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ട്രോട്സ്കി എന്ന പേരിലേക്ക് അദ്ദേഹം മാറുകയുണ്ടായത്. 1879 ഒക്ടോബർ 26 അദ്ദേഹത്തിൻ്റെ ജനനം. ഉക്രൈനിലെ യാനോസ്ക് എന്ന ഗ്രാമത്തിലായിരുന്നു അദ്ദേഹം ജനിക്കുകയുണ്ടായത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ധനികനായിട്ടുള്ള ഒരു ജൂതനായിരുന്നു. അദ്ദേഹം ഒരു കർഷകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഡേവിഡ് ലിയോൻവിച്ച് ബ്രോൺസ്റ്റീൻ. മാതാവ് അന്ന ബ്രോൺസ്റ്റീൻ. 8 മക്കളാണ് അവരുണ്ടായിരുന്നത്. ആ 8 മക്കളിൽ 5ാമനായിട്ടാണ് ട്രോട്സ്കി ജനിക്കുകയുണ്ടായത്. ചെറുപ്പത്തിലെ വലിയ ബുദ്ധിസാമർഥ്യമുള്ള ഒരു കുട്ടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് പഠിക്കുവാൻ അദ്ദേഹം മിടുക്കനായിരുന്നു. അദ്ദേഹത്തെ പഠിക്കുന്നതിൻ്റെ ഭാഗമായി ഒഡേസയിലെ ഒരു ജർമ്മൻ സ്കൂളിൽ ചേർത്തു. നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, ആ കാലഘട്ടത്തിൽ അദ്ദേഹം സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായ ആ കാലഘട്ടം ഉക്രൈനിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം നടക്കേണ്ടത്. ഇപ്പോൾ നമ്മളുടെ രാഷ്ട്രീയ പശ്ചാത്തലം അനുസരിച്ചുകൊണ്ടാണ് പറയുന്നത്. പ്രത്യേകിച്ചും ഇന്ന് റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം നടക്കുന്നത് കൊണ്ട് തന്നെ ഉക്രൈൻ മറ്റൊരു രാഷ്ട്രമായി കാണേണ്ടതില്ല. ആ കാലഘട്ടത്തിൽ ഉക്രൈൻ ഈ പറയുന്ന സോവിയറ്റ് സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഉക്രൈൻ നിലകൊണ്ടിരുന്നത്. അതായത് ഇന്നത്തെ റഷ്യ എന്ന് പറയുന്ന ആ ഒരു രാഷ്ട്രത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ആ കാലഘട്ടത്തിൽ ഉക്രൈൻ ഉണ്ടായിരുന്നത്. ഉക്രൈനിലെ ഒഡേസ എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം നടക്കുന്നത്. ഒരു ജർമ്മൻ സ്കൂളിലാണ് അദ്ദേഹം ചേരുകയുണ്ടായത്. 1896 അദ്ദേഹം മൈക്ലോവിച്ച് എന്ന സ്ഥലത്ത് പഠിക്കുവാനുള്ള പിന്നീട് പഠനം അവിടേക്ക് മാറ്റുകയുണ്ടായി. ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനവുമായി അദ്ദേഹം ബന്ധപ്പെട്ട് മുന്നോട്ട് പോയത്. തൻ്റെ മനസ്സിലുള്ള ചില വിപ്ലവ ചിന്തകൾ, ചില ധാരകളൊക്കെ തന്നെ സാധാരണക്കാരൻ്റെ അടിസ്ഥാന വർഗത്തിൻ്റെ വിഷയങ്ങൾ അധികരിച്ചുകൊണ്ട് അത്തരം ആളുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടണമെന്ന ചിന്തയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങി തിരിക്കുന്നത്. പിന്നീട് ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള അത്തരത്തിലുള്ള പ്രവർത്തന മാർഗങ്ങളിലേക്ക് അദ്ദേഹം പ്രവേശിക്കുകയുണ്ടായി. വിപ്ലവ ലഘുലേഖകൾ അദ്ദേഹം ധാരാളം വിതരണം ചെയ്തു. തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങളുടെ പിന്നീട് അദ്ദേഹം നടത്തുകയുണ്ടായത്. അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം ജയിലിൽ പോകേണ്ട സാഹചര്യം വരികയുണ്ടായി. ജയിലിൽ വെച്ച് അലക്സാണ്ട്ര സോക്കോളോവ്സ്കിയെ വിവാഹം ചെയ്യുന്നുണ്ട്. അതിനുശേഷം കോടതി ഇവരെ സൈബീരിയയിലേക്ക് പറഞ്ഞയക്കുവാനാണ് വിധിക്കുകയുണ്ടായത്. രണ്ടുപേരെയും വിവാഹം കഴിച്ചതിന് ശേഷം ആയതുകൊണ്ട് രണ്ടുപേരെയും സൈബീരിയയിലെ ഒരു സ്ഥലത്തേക്ക് തന്നെ, ഒരേ സ്ഥലത്തേക്ക്, ഭാര്യ ഭർത്താക്കന്മാർ എന്ന പരിഗണനയുടെ അടിസ്ഥാനത്തിൽ അവരെ ഒരു സ്ഥലത്തേക്ക് തന്നെ അയക്കുന്നതായി നമ്മൾ കാണുന്ന ഒരു സംഗതിയുണ്ട്. അവിടെ വെച്ച് അവർക്ക് 2 കുട്ടികൾ ജനിക്കുന്നുണ്ട്. പിന്നീട് ആ സമയത്ത് അദ്ദേഹം ഫിലോസഫി
തത്വശാസ്ത്രം അദ്ദേഹം പഠിക്കുന്നു. ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇദ്ദേഹത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഭാര്യയുടെ നിർബന്ധപ്രകാരം ഭാര്യ പറഞ്ഞു, ഇങ്ങനെ ഇവിടെ ഇരുന്നാൽ പോരാ, താങ്കൾ ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കേണ്ട വ്യക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ലണ്ടനിലേക്ക് കയറ്റിവിടുന്നത്. ലണ്ടനിലേക്ക് കയറ്റിവിടുക എന്ന് പറയുമ്പോൾ ലണ്ടനിലേക്ക് അദ്ദേഹം ഒരു വൈക്കോൽ ലോറിയിൽ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ഭാര്യ പോകുന്നില്ല ആ സമയത്ത്. അങ്ങനെ അദ്ദേഹം ലണ്ടനിലെത്തുന്നു. ലണ്ടനിൽ ഇപ്രകാരം ഈ സൈബീരിയയിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ട് ലണ്ടനിലെത്തി. അവിടെ അദ്ദേഹത്തിൻ്റെ താല്പര്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം വരികയുണ്ടായി. പിന്നീട് ഭാര്യയും മക്കളും ബെർലിനിലെത്തുന്നുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ ചരിത്രം പിന്നീട് പോകുന്നത്. എന്തായാലും ലണ്ടനിലെത്തിയ ശേഷം അദ്ദേഹം ഇസ്ക്ര എന്ന പത്രത്തിൽ തൻ്റെ ആശയങ്ങൾ എഴുതുന്ന ഒരു രീതി പിന്നീടുണ്ടായി. പിന്നെ ആ എഴുത്ത് കൂടുതൽ തീവ്രമാകുന്നു. പിന്നെ അദ്ദേഹം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പെറോ എന്ന വാക്കിൽ, അത് പെറോ എന്ന ഒരു തലക്കെട്ടിലാണ് പിന്നീട് അദ്ദേഹം എഴുതുന്നത്. അത് റഷ്യൻ ഭാഷയിൽ പെൻ എന്ന പേന എന്ന അർത്ഥം വരുന്ന ഒരു വാക്കാണത്. അപ്രകാരം പിന്നീട് അദ്ദേഹം എഴുതുന്നു. അതുവരെ ട്രോട്സ്കി എന്ന പേരിലാണ് എഴുതുകയുണ്ടായത്. പിന്നീട് പെറോ എന്ന പേരിൽ പിന്നെ അദ്ദേഹം തീവ്രമായിട്ടുള്ള എഴുത്ത് നിർവഹിക്കപ്പെടുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ വിവാഹമോചനം നടക്കുന്നുണ്ട്. വിവാഹമോചനം നടന്നിട്ട് വീണ്ടും അദ്ദേഹം വിവാഹിതനാകുന്നുണ്ട്. പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു യുവതിയാണ് അദ്ദേഹം 1902 പുനർവിവാഹം നടത്തുന്നത്. അന്ന് പാർട്ടി അറിയപ്പെട്ടിരുന്നത് റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി എന്നായിരുന്നു അത് അറിയപ്പെട്ടിരുന്നത്. ആ പാർട്ടിയിലും അന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള ആശയധാരകൾ ഉണ്ടായിരുന്നു. ബോൾഷെവിക് മെൻഷെവിക് എന്ന് പറയുന്ന ആശയധാരകൾ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു എന്നത് നമ്മൾ തിരിച്ചറിയപ്പെടേണ്ട ഒരു സംഗതിയാണ്. ഈ പാർട്ടിയുടെ ഈ വിഭജനം, ഈ പാർട്ടിയുടെ വ്യത്യസ്ത തലങ്ങളിലേക്ക് ഈ പാർട്ടിയുടെ ചിന്തകൾ മാറിയതിനെ തുടർന്ന് അദ്ദേഹം സ്വാഭാവികമായും അദ്ദേഹം ലെനിൻ്റെ പക്ഷമായിട്ടുള്ള ബോൾഷെവിക് പക്ഷത്താണ് നിൽക്കുക എന്നാണ് പലരും കരുതിയതെങ്കിലും അദ്ദേഹം നിൽക്കുകയുണ്ടായത് മെൻഷെവിക്കുകളുടെ പക്ഷത്തായിരുന്നു. പക്ഷേ ഈ മെൻഷെവിക്കുകളുടെ പക്ഷത്ത് നിന്ന് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ചില ആശയ ഭിന്നതകൾ മെൻഷെവിക്കുകളുമായി ഉണ്ടാകുകയും പിന്നീട് അദ്ദേഹം ബോൾഷെവിക് പാർട്ടിയുടെ തലത്തിലേക്ക് പിന്നീട് അദ്ദേഹം മാറുന്ന ഒരു രീതിയും ഉണ്ടായി. അവിടെ ആ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ചിന്താധാര അദ്ദേഹം ഉടലെടുക്കുന്നത്. പലപ്പോഴും പിന്നീട് സ്റ്റാലിനുമായിട്ടൊക്കെ തെറ്റുന്നത് ആ ഒരു ചിന്താധാരയുടെ തീവ്രത കൊണ്ടാണ്. അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട സവിശേഷത അദ്ദേഹം പറയുന്നത് ട്രോട്സ്കി ആവശ്യപ്പെട്ടത് ശാശ്വത വിപ്ലവമാണ്. അത് കേവലം സോവിയറ്റ് റഷ്യയിൽ മാത്രം നിലകൊള്ളേണ്ട ഒരു വിപ്ലവമല്ല, മറിച്ച് അത് ലോകത്തിൻ്റെ സർവ്വതലങ്ങളിലും കമ്മ്യൂണിസ്റ്റ് ഭരണം കൈവരിക്കണമെന്നും അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ലോകം മുഴുവൻ കമ്മ്യൂണിസം പ്രചരിപ്പിക്കണമെന്നും ഈ രാഷ്ട്രങ്ങളിലൊക്കെ തന്നെ വിപ്ലവം നടത്തപ്പെടണമെന്നും അവിടെ സർവ്വലോകത്തും കമ്മ്യൂണിസം ആകണമെന്നും ഉള്ളൊരു കാഴ്ചപ്പാട് അദ്ദേഹം പുലർത്തുന്നത്. ശാശ്വത വിപ്ലവമാണ് അദ്ദേഹം വിഭാവനം ചെയ്യുകയുണ്ടായത്. പക്ഷേ അത് അത്ര പ്രായോഗികമല്ല എന്നൊരു തിരിച്ചറിവ് മറ്റു പല കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കും ഉണ്ടായിരുന്നു. 1905 സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ ഒരു ഫാക്ടറിയിൽ തുടങ്ങിയ ഒരു പണിമുടക്ക് ഒരു പൊതു സമരമായി മാറുന്ന ഒരു കാഴ്ച പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. ആ പൊതുസമരത്തിന് അതിൽ മുന്നിൽ നിന്ന് നയിക്കുകയുണ്ടായത് ട്രോട്സ്കി ആയിരുന്നു. 1.5 ലക്ഷത്തോളം ആളുകളാണ് ആ സമരവുമായി ബന്ധപ്പെട്ട് തെരുവിലിറങ്ങുകയുണ്ടായത്. പോലീസ് വെടിവെപ്പ് നടത്തപ്പെട്ടു. 1000-ഓളം പേർ മരിക്കുകയുണ്ടായി. അങ്ങനെ 1905 നടന്ന ആ റഷ്യൻ വിപ്ലവം, നമുക്കൊരു ആ റഷ്യൻ വിപ്ലവത്തെ അത് സർ ചക്രവർത്തിമാരുടെ ഭരണം അത് തച്ചുടച്ചു എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാൻ കഴിയാം. അതിനുശേഷം അദ്ദേഹത്തെ വീണ്ടും 1907 വിചാരണയ്ക്ക് ശേഷം അദ്ദേഹത്തെ സൈബീരിയയിലേക്ക് അയച്ചു. ഇത്തവണ അദ്ദേഹം സൈബീരിയയിൽ എത്തുവാനൊന്നും കാത്തുനിന്നില്ല. അതിന് മുന്നേ തന്നെ അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ട് അദ്ദേഹം വീണ്ടും ലണ്ടനിലേക്ക് കടക്കുന്ന ഒരു കാഴ്ചയാണ് കാണപ്പെടുന്നത്. അവിടെ വെച്ച് തീവ്രമായ പ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. പ്രാവ്ദ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലെ പ്രാവ്ദ എന്ന് റഷ്യയിൽ നിന്നല്ല അത് ഇറങ്ങിയിരുന്നത്. ആ പത്രത്തിൽ അദ്ദേഹം സജീവമായി പ്രവർത്തിക്കുന്ന ഒരു കാഴ്ച പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. വളരെ തീവ്രമായിട്ടുള്ള എഴുത്താണ് അദ്ദേഹം അതിൽ നിർവഹിച്ചിരുന്നത്. അതിൻ്റെ എഡിറ്റോറിയൽ ബോർഡിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പലപ്പോഴും അദ്ദേഹം എഡിറ്റോറിയൽ കൈകാര്യം ചെയ്യുകയുണ്ടായി. പിന്നീട് അദ്ദേഹം പല രാഷ്ട്രങ്ങളിൽ നിന്നും തിരസ്കൃതനായി പിന്നീട് അദ്ദേഹം ന്യൂയോർക്കിൽ എത്തപ്പെടുകയാണ്. ന്യൂയോർക്കിലാണ് അദ്ദേഹം പിന്നീട് താമസിക്കുന്നത്. ന്യൂയോർക്കിൽ എത്തുന്ന സമയത്താണ് റഷ്യയിൽ രണ്ടാമത്തെ വിപ്ലവം 1917 റഷ്യൻ വിപ്ലവം അരങ്ങേറുന്നത്. ഈ റഷ്യൻ വിപ്ലവം അരങ്ങേറുന്നു എന്ന വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം അവിടെ നിന്നൊരു കപ്പലിൽ അദ്ദേഹം റഷ്യയിലേക്ക് പുറപ്പെടുന്ന കാഴ്ച കാണുന്നുണ്ട്. അദ്ദേഹം റഷ്യയിലെത്തുന്നു. വിപ്ലവത്തിൻ്റെ ഭാഗമായി മാറുന്നതും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ തൻ്റെ ആശയങ്ങൾ തന്നെ ചൂഴ്ന്നു നിൽക്കുന്ന ആശയങ്ങളൊക്കെ തന്നെ ഏത് ഘട്ടത്തിലും അതിനെ പ്രതിഫലിക്കുവാനുള്ള അവസരം ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ പങ്കെടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ടുള്ള പോരാട്ടം മുന്നേറ്റങ്ങളിൽ അതിൻ്റെ മുന്നണി പടയാളിയായി നിന്നുകൊണ്ട് മുന്നോട്ട് കുതിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ചരിത്ര വഴിയാണ് അദ്ദേഹം
തിരഞ്ഞെടുക്കുകയുണ്ടായത് എന്നതുകൂടി നമ്മൾ ഉൾക്കൊണ്ടു പോകേണ്ട ഒരു സംഗതിയാണ്. പിന്നീട് അദ്ദേഹം നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാഴ്ച ആ അദ്ദേഹത്തിൻ്റെ ഭരണം പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണത്തിലേക്ക് കയറുന്നു. ആ കാലഘട്ടത്തിൽ അദ്ദേഹം 1917-18 കാലഘട്ടത്തിൽ വിദേശകാര്യ സംബന്ധമായ ഒരു കമ്മീഷണർ എന്ന നിലയിലാണ് അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായത്. പിന്നീട് ഈ വിദേശകാര്യ സംബന്ധമായ കമ്മീഷണർ എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ശേഷം പിന്നീട് അദ്ദേഹം ലെനിൻ്റെ മരണശേഷമാണ് പിന്നീട് അദ്ദേഹം അധികാരം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം പിന്നീട് കാണുന്നത്. 1920 അദ്ദേഹം നാട് കടത്തപ്പെടുന്നതുകൊണ്ട് ഇവിടെ ഒരു പ്രധാനപ്പെട്ട സംഗതി ഈ സ്റ്റാലിൻ്റെ ഏകരാഷ്ട്ര സോഷ്യലിസ്റ്റ് വാദത്തെ റഷ്യയിൽ മാത്രമായിട്ടുള്ള സോഷ്യലിസ്റ്റ് വാദത്തെ നിരാകരിക്കുകയും സർവ്വരാജ്യ വിപ്ലവം എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് കുതിച്ചു കയറുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ട്രോട്സ്കി. ബട്ട് സ്റ്റാലിൻ്റെ ലക്ഷ്യം റഷ്യ മാത്രമായിരുന്നുവെങ്കിൽ ട്രോട്സ്കിയുടെ ലക്ഷ്യം ലോകം മാത്രമായിരുന്നു. ആ ചിന്തകൾക്ക് വലിയൊരു വ്യത്യാസമുണ്ട്. സ്റ്റാലിനെ സംബന്ധിച്ച് സ്റ്റാലിൻ്റെ കാഴ്ചപ്പാടിൽ റഷ്യ എന്ന് പറയുന്ന രാഷ്ട്രത്തെ തൻ്റെ കൈക്കുമ്പിളിലാക്കിക്കൊണ്ട് അവിടെ സമഗ്രമായിട്ടൊരു രീതിയിലുള്ളൊരു സോഷ്യലിസ്റ്റ് അടിത്തറ തീർക്കുകയും അതിനുശേഷം കാലക്രമേണ പിന്നീട് ഇതര ഭാഗങ്ങളിലേക്ക് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പടർത്തിവിടാമെന്നാണ് അദ്ദേഹം കരുതിയത്. പക്ഷേ ട്രോട്സ്കി ആകട്ടെ മറിച്ച് ലോകത്ത് അതേ സമയം തന്നെ ലോകത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിൽ വിപ്ലവം നടത്തണം എന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് ആ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയും അവിടെ സ്റ്റാലിൻ്റെ കാഴ്ചപ്പാടായിരുന്നു കുറച്ചുകൂടി ശരി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ലോകത്തെ മുഴുവൻ ആ സമയത്ത് കീഴിലാക്കുക ഒരു കാരണവശാലും അത് സാധ്യമല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. ലോകത്തിൻ്റെ പല രാഷ്ട്രങ്ങളിലും വികസിതമായിട്ടുള്ള ജനാധിപത്യ സംഭവങ്ങൾ അതിശക്തമായി നിലകൊള്ളുന്ന കാലഘട്ടത്തിൽ ഇവിടെ സാർ ചക്രവർത്തിമാരുടെ ഒരു ഫാസിസ്റ്റോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഭരണമാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ അവിടെ മറ്റ് രാഷ്ട്രങ്ങളിലൊക്കെ ജനാധിപത്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ രാഷ്ട്രങ്ങളുള്ളത് കൊണ്ട് അങ്ങനെ ഒരു വിപ്ലവം നടത്തുക, ലോകത്തിൻ്റെ മുഴുവൻ തലങ്ങളിലും വിപ്ലവം നടത്തുക എന്ന് ഒരു കാരണവശാലും പ്രായോഗികമല്ല എന്നും അത് ഉട്ടോപ്യൻ ആശയമാണെന്നുമുള്ള കൃത്യമായ തിരിച്ചറിവ് സ്റ്റാലിനുണ്ടായിരുന്നു. അതുകൊണ്ട് ട്രോട്സ്കിയുടെ ആ വാദത്തെ നമുക്ക് അത്രമാത്രം നമുക്കതിനെ കാര്യമായി എടുക്കാൻ കഴിയില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ട രീതികൾ, പ്രത്യേകിച്ച് ചെമ്പട എന്ന് പറയുന്ന ആ സംവിധാനത്തെ ഏറ്റവും ശക്തമായി അതിനെ രൂപകൽപ്പന ചെയ്യുകയും അതിനെ ശക്തമാക്കുകയും ചെയ്തൊരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. പ്രത്യേകിച്ച് റഷ്യൻ വിപ്ലവത്തിൻ്റെ കാര്യത്തിൽ വലിയ പങ്ക് വഹിച്ച ഒരു വ്യക്തിയായിരുന്നു ട്രോട്സ്കി. ലെനിനോടൊപ്പം നിന്നുകൊണ്ട് പോരാടിയ ഒരു വ്യക്തിയാണത്. പക്ഷേ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഈ ആ അദ്ദേഹം നടത്തിയിട്ടുള്ള ചരിത്ര പോരാട്ടങ്ങളൊന്നും തന്നെ പിന്നെ റഷ്യൻ ചരിത്രത്തിൻ്റെ ഭാഗമല്ലാതായി പോവുകയും സ്റ്റാലിനോടുള്ള വിരുദ്ധത വന്നുകൊണ്ട് തന്നെ ആ നാട്ടിൽ നിന്ന് തന്നെ ബഹിഷ്കൃതനാകപ്പെടുകയും ചരിത്രം എഴുതുമ്പോൾ ട്രോട്സ്കിയുടെ സ്ഥാനം അസ്ഥാനത്താവുകയും ചെയ്ത ഒരു തുടർ ചരിത്രമുണ്ട്. അതുകൊണ്ട് തന്നെ ട്രോട്സ്കി റഷ്യൻ ജനതയുടെ മുന്നിൽ സ്വീകാര്യനായിരുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. റഷ്യൻ വിപ്ലവത്തിന് വേണ്ടി ഇത്രയേറെ പങ്കുവഹിച്ച് പ്രവർത്തിച്ച ഒരു വ്യക്തി പിന്നീട് തിരസ്കൃതനാകുന്ന, ചരിത്രത്തിൽ നിന്ന് പോലും തിരസ്കൃതനാകുന്ന ഒരു രീതിയിലേക്കാണ് പിന്നീട് ചരിത്രം കടന്നു പോകുന്നത്. അത് പിന്നീട് എന്തിനു പറയുന്നു, പെരിസ്ട്രോയ്ക്ക അല്ലെങ്കിൽ ഗ്ലാസ്നോസ്റ്റ് അത് വന്നതിന് ശേഷം ഗോർബച്ചേവിൻ്റെ കാലഘട്ടത്തിൽ പോലും അദ്ദേഹത്തിനൊരു തിരിച്ചുവരവ് സാധ്യമായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. തിരിച്ചുവരവ് ഇൻ ദ സെൻസ് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം ആദരിക്കപ്പെടുന്ന രീതി അതിനും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിനുശേഷം പിന്നീട് റഷ്യ ഈ തലത്തിലേക്ക് മാറിയപ്പോൾ വീണ്ടും ട്രോട്സ്കിക്ക് അല്പമൊക്കെ ഒരു സ്വീകാര്യത റഷ്യൻ മണ്ണിലേക്ക് വന്നിട്ടുണ്ട് എന്നതുകൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം പറയുകയാണെങ്കിൽ ഒട്ടേറെ പുസ്തകങ്ങൾ, കലയെക്കുറിച്ചും വിപ്ലവത്തെക്കുറിച്ചുമൊക്കെ ഒട്ടേറെ പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. വളരെ ശ്രദ്ധേയമായിട്ടുള്ള പുസ്തകങ്ങളാണ് അദ്ദേഹത്തിൻ്റെ രചിക്കപ്പെട്ടുള്ളത്. ഹിസ്റ്ററി ഓഫ് റഷ്യൻ റെവല്യൂഷൻ, ദ റെവല്യൂഷൻ ബിട്രേഡ്, ലിറ്ററേച്ചർ ആൻഡ് റെവല്യൂഷൻ, മൈ ലൈഫ് തുടങ്ങിയിട്ടുള്ള വളരെ ശ്രദ്ധേയമായ സൃഷ്ടികൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വരികയുണ്ടായിട്ട് അദ്ദേഹം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേകിച്ചും റഷ്യയിൽ നിന്ന് അദ്ദേഹത്തെ നിഷ്കാസനം ചെയ്തപ്പോൾ അദ്ദേഹം രക്ഷപ്പെട്ടത് മെക്സിക്കോയിലേക്കാണ്. അവിടെ അദ്ദേഹം ആ കാലഘട്ടം മുഴുവൻ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുള്ള പ്രവർത്തന പന്ഥാവിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോവുകയുണ്ടായത്. അദ്ദേഹത്തിൻ്റെ മരണം ഒരു പ്രത്യേക രീതിയിലുള്ള മരണമായിരുന്നു. അതിൻ്റെ കാരണം പ്രത്യേകിച്ചും റഷ്യയുടെ, അത് നമുക്ക് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് വളരെ കൃത്യമായി പറയാൻ കഴിയില്ലെങ്കിൽ പോലും അതിൽ ആരോപിക്കപ്പെടുന്നതിൽ പ്രധാന പ്രതി സ്റ്റാലിൻ തന്നെയാണ്. അതിൻ്റെ കാരണം ഈ മെക്സിക്കോയിലുള്ള അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പോലും തൻ്റെ ചിന്തകൾക്ക് അല്ലെങ്കിൽ തൻ്റെ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമാകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ട്രോട്സ്കിയെ ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് സ്റ്റാലിനായിരുന്നു അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത് എന്നാണ് ചരിത്രം
പറയുന്നത്. അതിൽ എത്രമാത്രം ശരികളുണ്ട് എന്നൊക്കെ പരിശോധിക്കപ്പെടേണ്ട സംഗതിയാണ്. എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തെ മെക്സിക്കോയിൽ വെച്ച് വധിക്കുകയുണ്ടായത് എന്നാണ് യാഥാർത്ഥ്യം. ഒരു സ്പാനിഷ് കമ്മ്യൂണിസ്റ്റ് ആയ ഒരു രാഷ്ട്രീയ ലയം കൂടിയായിട്ടുള്ള റാമോൺ മെർക്കാഡർ എന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ അവിടെ വെച്ച് വധിക്കേണ്ടത്. ആ വീട്ടിൽ സ്വാതന്ത്ര്യമുള്ള, പ്രത്യേകിച്ചും ഈ പറയുന്ന ടോട്സ്കിയുടെ വീട്ടിൽ എന്തിനും കയറി ചെല്ലാവുന്ന സ്വാതന്ത്ര്യമുള്ള ആ വ്യക്തി, അദ്ദേഹം ഒരു സ്പാനിഷ് കമ്മ്യൂണിസ്റ്റാണ്, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ലേഖകനാണ്. ആ തലത്തിലൊക്കെ തന്നെ വലിയ സ്വാതന്ത്ര്യത്തോടുകൂടി ട്രോട്സ്കിയോട് പെരുമാറിക്കൊണ്ടിരുന്ന ആ വ്യക്തി ട്രോട്സ്കിയുടെ വീട്ടിലേക്ക് അദ്ദേഹത്തിന് കടന്നു ചെല്ലുക എന്ന് പറയുമ്പോൾ അത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. തന്നെയുമല്ല, ആ കാലഘട്ടത്തിൽ ട്രോട്സ്കിക്ക് അംഗരക്ഷകരുണ്ടെങ്കിൽ പോലും അത്രയേറെ സ്വാതന്ത്ര്യം കൈവരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പറയുന്ന റാമോൺ മെർക്കാഡർ. അദ്ദേഹത്തിന് അവിടെ അദ്ദേഹം കടന്നു ചെന്ന് അദ്ദേഹവുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുറകിൽ നിന്ന് പിന്നീട് വന്ന് അദ്ദേഹത്തെ ആക്രമിക്കുകയാണ്. അദ്ദേഹത്തെ ആക്രമിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഹിമക്കോടാലി ഉപയോഗിച്ചാണ്, മഞ്ഞൾ ഉപയോഗിക്കുന്ന കോടാലി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് വെട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഉടനെ തന്നെ അദ്ദേഹം തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് എണീക്കുകയും പിന്നീട് അദ്ദേഹത്തെ പിടികൂടുകയും അപ്പോഴേക്കും അംഗരക്ഷകർ ഓടിയെത്തുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തെ കൊല്ലരുത്, അദ്ദേഹത്തെ സംസാരിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ പുറകിൽ ആരാണെന്ന് സംസാരിക്കണമെന്ന് പറയുകയുണ്ടെങ്കിൽ രക്തം വാർന്നുകൊണ്ട് അദ്ദേഹം അന്ന് വൈകിട്ട് 7:30 മണിയോടുകൂടി മരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുകയുണ്ടായത്. ഇതിന് ശേഷം ഈ പറയുന്ന വ്യക്തി, അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം പിന്നീട് റഷ്യ ആദരിക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. ഈ റാമോൺ മെർക്കാഡറെ അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന് ലെനിൻ പുരസ്കാരവും അതുപോലെ തന്നെ KGBയിൽ വലിയ രീതിയിലുള്ള ഒരു പട്ടവും അദ്ദേഹത്തിന് ലഭിക്കുന്നു. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന റഷ്യൻ ഭരണകൂടം ആ കാലഘട്ടത്തിൽ, USSR എന്ന് പറയുന്ന ഭരണകൂടം ആ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ട്രോട്സ്കിയെ വധിച്ച അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു തരത്തിലേക്ക് മാറുകയുണ്ടായത്. അപ്പോൾ ട്രോട്സ്കി തൻ്റെ ഊർജവും തൻ്റെ രക്തവും മാംസവും കൊടുത്ത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കൊണ്ട് ഭരണത്തിലെത്തുകയും പിന്നീട് ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ നേതാവായിരുന്ന വ്യക്തിയോട് ഉള്ള തർക്കത്തെ തുടർന്ന് അവിടെ നിന്ന് നാട് കടത്തപ്പെടുകയും പിന്നീട് അദ്ദേഹം മെക്സിക്കോയിലെത്തി ഒരു പക വീണ്ടും നിലനിർത്തിക്കൊണ്ട് പിന്നീട് ട്രോട്സ്കിയെ അവിടെ വെച്ച് വധിക്കുകയും ചെയ്യുന്ന ഒരു ദുരന്ത കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ രാഷ്ട്രീയത്തിലെ വിഷയം വലിയ സംഗതിയാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും സ്റ്റാലിനുമായി എതിർക്കുന്നതിൻ്റെ ഈ വിപ്ലവത്തിൻ്റെ കാര്യം മാത്രമല്ല അവിടെ സംജാതമാകുന്നത്. പ്രത്യേകിച്ചും ഈ ഫാസിസ്റ്റിന് എന്നും എതിരായിരുന്നൊരു വ്യക്തിയായിരുന്നു ട്രോട്സ്കി. അതുകൊണ്ട് തന്നെ ഫാസിസ്റ്റ് ശക്തികളുമായി സ്റ്റാലിൻ സഖ്യം രൂപീകരിച്ച ഘട്ടത്തിൽ അതിശക്തമായി അതിനെതിർത്ത ഒരു വ്യക്തിയായിരുന്നു ട്രോട്സ്കി എന്ന വ്യക്തി. ഒരിക്കലും ഫാസിസവുമായി സന്ധി ചെയ്യരുതെന്നും അത് കൂടുതൽ അപകടകരമാകുമെന്നുമുള്ള കൃത്യമായ നിലപാട് നിറയിൽ ഉറച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ട്രോട്സ്കി. ശരിയായിരുന്നു, തീർച്ചയായിട്ടും സ്റ്റാലിന് തന്നെ പിന്നീട് അത് മനസ്സിലാക്കാൻ കഴിയുകയുണ്ടായി. പക്ഷേ സ്റ്റാലിന് അത് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നീട് ഈ അദ്ദേഹത്തെ ജർമ്മനി വീണ്ടും റഷ്യയെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു സംഗതി, അതുവരെ ജർമ്മനിയെ പിന്തുണച്ച, ജർമ്മനി ഇറ്റലി എന്ന് പറയുന്ന ശക്തികളെ പിന്തുണച്ച സ്റ്റാലിന് പോലും സ്റ്റാലിൻ്റെ കണക്കുകൂടൽ തെറ്റപ്പെടുകയുണ്ടായി. ജർമ്മനി സ്റ്റാലിനെ ആക്രമിച്ചതാണ് അവരെ പരാജയത്തിന് കാരണമായി മാറിയത് എന്നത് മറ്റൊരു കാര്യം. റഷ്യയെ ആക്രമിച്ചത് അവരെ സംബന്ധിച്ച് വലിയ പരാജയമായിരുന്നു എന്ന കാര്യം. പക്ഷേ സ്റ്റാലിൻ എടുത്ത നിലപാട് സമ്പൂർണ്ണമായും ഇവർക്കെതിരെയായിരുന്നു, ജർമ്മനിക്ക് അനുകൂലമായിരുന്നു എന്നത് ഒരു ഘട്ടത്തിൽ അത് ട്രോട്സ്കി അതിശക്തമായി വിമർശിച്ച ഒരു സംഗതിയാണ്. പക്ഷേ ഇത് പിന്നീട് ട്രോട്സ്കി പറഞ്ഞ കാര്യം പിന്നീട് സത്യമാണെന്ന് തെളിഞ്ഞെങ്കിൽ പോലും സ്റ്റാലിൻ ട്രോട്സ്കിയോടുണ്ടായിരുന്ന വിരോധത്തിന് അത് യാതൊരു രീതിയിലുള്ള കുറവ് വരുത്തുകയുണ്ടായില്ല. അത് അതുപോലെ തന്നെ നിലനിന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് അദ്ദേഹം കൊല്ലപ്പെടുന്നത് എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ്. എന്തായാലും ഈ ലെനിൻ മരിക്കുന്നത് വരെ അദ്ദേഹത്തെ സംബന്ധിച്ച് ലെനിൻ അദ്ദേഹത്തിൻ്റെ രക്ഷകനായിട്ടുണ്ടായിരുന്നു. പിന്നീട് 1920-കളിൽ സ്റ്റാലിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ തുടർന്നാണ് ട്രോട്സ്കി പദവിയിൽ നിന്നും അതുപോലെ തന്നെ അധികാരത്തിൻ്റെ ഇടങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് പിന്നീട് പാർട്ടി അംഗത്തിൽ നിന്നും പുറത്താകേണ്ട ഒരു സാഹചര്യം വരികയുണ്ടായത്. എന്നിട്ടാണ് അത് റഷ്യയിൽ മെക്സിക്കോയിൽ അഭയം തേടിയത്. പക്ഷേ ആ മെക്സിക്കോയിൽ പോലും അദ്ദേഹത്തിന് സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുകയുണ്ടായാൽ അവിടെയും അദ്ദേഹം കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുകയുണ്ടായത്. എന്തൊക്കെ പദവികൾ അലങ്കരിച്ചെന്ന് കൂടി നമ്മൾ പരിശോധിക്കേണ്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിലെ പ്രാഥമിക അംഗമായിരുന്നു അദ്ദേഹം എന്നതുകൂടി ചേർത്ത് ഉൾക്കൊണ്ടുപോകേണ്ട ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന റഷ്യൻ ആഭ്യന്തര യുദ്ധത്തിൽ ബോൾഷെവിക്കുകളുടെ വിജയത്തിൽ വലിയ പങ്ക് വഹിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നതും
നമ്മൾ ചേർത്ത് മനസ്സിലാക്കുകയാണ്. അതോടൊപ്പം തോളോട് തോൾ ചേർന്ന് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കൊപ്പം നിൽക്കുകയും ബോൾഷെവിക് പാർട്ടിയോട് ബോൾഷെവിക് ചിന്താഗതികളോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ പോരാട്ടത്തിൽ അതിനിർണായകമായ രീതിയിലുള്ള പങ്കുവഹിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. ചെമ്പട എന്ന് പറയുമ്പോൾ സോവിയറ്റ് ചെമ്പടയെക്കുറിച്ച് നമ്മൾ വിസ്മരിക്കാതെ വയ്യ. ആ സോവിയറ്റ് ചെമ്പടയുടെ സ്ഥാപകൻ മാത്രമല്ല, നായകൻ കൂടിയായിരുന്നു. അതിനെ കരുത്തുറ്റ ഒരു സംവിധാനമാക്കി മാറ്റിയതിനും അദ്ദേഹത്തിൻ്റെ വലിയ രീതിയിലുള്ള പങ്ക് നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല. ഒരുപക്ഷെ വലിയ തോതിൽ പങ്കല്ല, അദ്ദേഹമാണ് അതിന് നയിച്ച് എന്ന് കൂടി നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ ഈ സോവിയറ്റ് യൂണിയൻ്റെ അതൊന്ന് സ്ഥാപിച്ചെടുക്കുന്ന കാര്യത്തിൽ വലിയ രീതിയിലുള്ള പങ്ക് വഹിച്ച ഒരു വ്യക്തിയായിരുന്നു ട്രോട്സ്കി എന്ന് പറയുന്ന അദ്ദേഹം. ലെനിനും സ്റ്റാലിനും ഇടയിലുള്ള ഒരു കണ്ണിയായിട്ടാണ് ട്രോട്സ്കി അവിടെ വരുന്നത്. ലെനിൻ്റെ മരണശേഷം ആര് ഭരണത്തിൽ വരും, ആരാണ് വരേണ്ടത് എന്ന ചോദ്യത്തിന് അവിടെ 2 ഉത്തരങ്ങളാണ് ഉണ്ടായിരുന്നത്, ട്രോട്സ്കിയോ സ്റ്റാലിനോ എന്നുള്ളത്. പക്ഷേ ട്രോട്സ്കി തനിക്ക് ഒരു വിരുദ്ധനായി നിൽക്കും എന്നതുകൊണ്ടും അതുപോലെ തന്നെ ഒരുപക്ഷെ തനിക്ക് പിന്നീട് ഭരണത്തിലേക്ക് കടക്കുവാൻ കഴിയില്ല എന്നതുകൊണ്ടും ആയിരിക്കാം ട്രോട്സ്കിയെ അദ്ദേഹം നിഷ്കാസനം ചെയ്യുകയുണ്ടായത്. എന്തെങ്കിലും അദ്ദേഹത്തിന് ഭീഷണിയായി നിലനിർത്തുമെന്നതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തെ പിന്നീട് വധിക്കുകയുണ്ടായത്. എന്തൊക്കെയായാലും നമുക്കറിയാം, ഒരു ചരിത്രം എന്ന് പറയുമ്പോൾ ആ ചരിത്രത്തിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. ആരാണ് യഥാർത്ഥത്തിൽ ഒന്നിനു വേണ്ടി പ്രവർത്തിച്ച് അവർ ഒരുപക്ഷെ ചരിത്രത്തിൽ ഇടം പിടിക്കുക പോലും ഇല്ല എന്നാണ് യാഥാർത്ഥ്യം. ചില ഘട്ടങ്ങളിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ അനർഹരായിട്ടുള്ള ആളുകൾ അവിടെ കയറിക്കൂടാനും സാധ്യതയുണ്ട്. ഇവിടെ സ്റ്റാലിൻ നമുക്ക് അനർഹനെന്നും പറയാൻ കഴിയില്ല. പക്ഷേ ഇവിടെ സ്റ്റാലിനേക്കാളും അർഹത ട്രോട്സ്കിക്ക് ആയിരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും അവിടെ ഒരു വലിയ ചോദ്യമായി നിലനിൽക്കും. ഒരു പരിധിവരെ ട്രോട്സ്കി അല്ലേ മുമ്പൻ എന്നൊരു ചോദ്യത്തിനും പ്രസക്തിയുണ്ട്. എന്തൊക്കെയായാലും അത് എന്തെങ്കിലും ആകട്ടെ, ട്രോട്സ്കിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് കൃത്യമായൊരു നിലപാടുകളുണ്ടായിരുന്നു. ആ നിലപാടുകളിൽ ചില വീഴ്ചകൾ സംഭവിക്കാം, അപഭ്രംശം സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ആ കാഴ്ചപ്പാടിൽ ചിലപ്പോൾ അതൊരു ഉട്ടോപ്യൻ ആശയമായി എന്ന് വരാൻ കഴിയും. ഒരുപക്ഷെ ആ കാലഘട്ടത്തിൻ്റെ വ്യവസ്ഥയ്ക്കനുസരിച്ച് അപ്രകാരം പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് വരാം. പക്ഷേ അദ്ദേഹം ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റായിരുന്നു, തികഞ്ഞ സൈദ്ധാന്തികനായിരുന്നു, സാധാരണക്കാരുടെ പക്ഷത്തു നിന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, അടിസ്ഥാനപരമായി ഒട്ടേറെ ബോധമുള്ള ഒരു വ്യക്തിയായിരുന്നു. തത്വശാസ്ത്രത്തിൽ വലിയ ചിന്തകൾ അദ്ദേഹം കൈവരിച്ചിരുന്നു. ഓരോ വിഷയത്തെക്കുറിച്ച് സമഗ്രമായി പഠിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. എന്തായാലും ട്രോട്സ്കിയുടെ ഇവിടെ നിന്നുള്ള പലായനം, അദ്ദേഹത്തിൻ്റെ നിഷ്കാസിതനാകപ്പെടുന്ന സാഹചര്യം സോവിയറ്റ് യൂണിയൻ്റെ ചരിത്രത്തെ പല തലങ്ങളിൽ ബാധിച്ചിട്ടുണ്ടെന്നാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ അന്ന് സ്റ്റാലിന് പകരം ട്രോട്സ്കിയാണ് വന്നിരുന്നെങ്കിൽ ചരിത്രത്തിൻ്റെ ഗതി തന്നെ മറിക്കപ്പെടുമായിരുന്നു എന്നതും നമ്മൾ ഉൾക്കൊണ്ടുപോകേണ്ട സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിന് ഒരു കാരണവശാലും, റഷ്യൻ ചരിത്രത്തിനും ഒരു കാരണവശാലും തിരസ്കരിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമായി ട്രോട്സ്കി എന്നും നിലകൊള്ളും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ്.